നിനക്കെന്താണ് ഈ പൈതൃകത്തിന്റെ മേളിൽ ഇത്ര സംശയം? നിനക്ക് പൈതൃകം ഇല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിനക്ക് പൈതൃകത്തിലാണോ വല്ല ഭയങ്കര ഡൗട്ട്? അവന്റെ പൈതൃകത്തിൽ അതുപോലെ എന്തോ ആഘോഷം നടന്നു. നീ എന്താ ആഘോഷത്തിന് ചെന്നിട്ടുണ്ടായിരുന്നു? അവന്റെ വീട്ടിൽ നടന്ന ആഘോഷത്തിന് അനന്തു, നീ വിളിച്ചിട്ടുണ്ടായിരുന്നു? നീ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ജനിച്ചപ്പോൾ ഉള്ള ആഘോഷത്തിനെ പറ്റിയല്ലേ പറയുന്നത്? സോറി അളിയാ, സോറി. നീ ജനിച്ചപ്പോൾ ഉള്ള ആഘോഷത്തിന് നിന്റെ അച്ഛനും വല്ലതൊക്കെ ആന്റിയങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ? മറ്റേ നീ അപ്പിയിട്ടപ്പം കഴുകി തരാൻ വേണ്ടിയിട്ട് ഇവനെയാണോ വിളിച്ചത്? അതോ വീട്ടിലെ കക്കൂസ് പറഞ്ഞപ്പോ അത് ക്ലീൻ ചെയ്യാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ്, വൺ ഓഫ് ദ ടോപ്പ് പ്ലെയർ സിജോ. സിജോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, സിജോ ഈ കഴിഞ്ഞ ദിവസം ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ കുടുംബ പ്രശ്നവുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ സിജോ താങ്കൾ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന യൂട്യൂബറിനെ എടുത്തു വെച്ചൊന്ന് താങ്ങിയിട്ടുണ്ടായിരുന്നു. താങ്കളുടെ പേഴ്സ്പെക്റ്റീവ് താങ്കൾക്ക് പറയാം. അപ്പൊ താങ്കൾ അനന്തുവിനെ ഒന്ന് താങ്ങി. അനന്തു കഴിഞ്ഞ ദിവസം താങ്കൾക്കിട്ടൊരു താങ്ങും താങ്ങി ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. താങ്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് മറ്റേ പെട്ടുപോയി. താങ്കൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ടും എന്തെങ്കിലും റിപ്ലൈ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് വന്ന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. താങ്കൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി വേറെ ഒന്നും ഇല്ല, താങ്കളുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി 21 മിനിറ്റ് 51 സെക്കൻഡുള്ള വീഡിയോയിൽ 16 മിനിറ്റും താങ്കളുടെ മോന്തക്കിട്ട് റോക്കി ബായ് ഇടിച്ചതും താങ്കളുടെ കല്യാണത്തിന് താങ്കൾ ഇട്ട ഡ്രസ്സിന്റെ കൊളാബറിക്കേഷൻ കഥയും അങ്ങനെയുള്ള കുറെ കൊണ അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അനന്തുവിന്റെ തന്തയ്ക്കും വിളിക്കുന്നത് കണ്ടു. ആ ഒരൊറ്റ പോർഷൻ അവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന കണ്ടപ്പോഴത്തേക്കളിയാ നമുക്കൊക്കെ അറിയാവുന്ന ഒരുത്തന്നെ, നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയാ. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തന്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ ചെവിയും പൊത്തിയിരിക്കാനായിട്ട് അളിയാ, ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ പോലെ കാറൊന്നും ഉള്ള ഒരുത്തനല്ലടേ. കാറിൽ കയറി ഇരുന്ന് കാറും എടുത്ത് ഓടിച്ചങ്ങ് പോകാൻ, കൂട്ടുകാരനെ തള്ളി താഴെ ഇട്ടിട്ട്, കേട്ടാ? അതുകൊണ്ട് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അനന്തുവിനോട്, എടാ നീ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, നിനക്കുള്ളത് ഞാൻ ഇതിന് ശേഷം തരാമേ. കാരണം അനന്തു, നീ ചെയ്തത് ശരിയായില്ല. നീ ഇവനെ വെറുതെ വിട്ടതുപോലെയാണ് എനിക്ക് നിന്റെ വീഡിയോ കണ്ടപ്പോൾ കണ്ടത്. നിന്റെ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ ഞാൻ നിന്റെ ഫാൻ മാത്രമല്ലടാ മോനെ, നിന്റെ ഒരു സുഹൃത്തും കൂടെ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട്. പ്രത്യേകിച്ച് ഇവന്റെ ചില കൊണയടിയുണ്ട്, ഈ ഒരു നമ്മുടെ കാട്ടുതീ മോന്റെ അതങ്ങോട്ട് നമുക്കങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ സിജോ ചേട്ടനോട് വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുണ്ട്. അത് സിജോ ചേട്ടന്റെ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. സിജോ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതൊന്ന് കേക്ക്. ഞാനിത് വീഡിയോ അവിടെ വെക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ കാണിച്ചു തരാം. കാണിക്കേണ്ട ആവശ്യമില്ല. ഈ തൊലിയാമണിയുടെ മോന്ത നിങ്ങൾക്ക് കാണണം. ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ മതി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയാൻ ബാക്കി. അപ്പൊ ഇതൊന്ന് കേട്ടെ. ഹായ്, ഞാൻ അനന്തമോൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി. പക്ഷെ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്തമോൻ സോറി വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാള് മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ എനിക്ക് ആദ്യമേ തന്നെ ഈ സുന്ദരനായിട്ടുള്ള സിജോ ചേട്ട താങ്കളോട് ചോദിക്കാനുള്ളത്, മോളെ എന്ന് പറയുന്ന വാക്ക് അത്ര വലിയ കുഴപ്പം പിടിച്ച വാക്കാണോ? താങ്കൾ സത്യം പറഞ്ഞ ഇവിടെ ചെയ്തത് എന്താണെന്ന് താങ്കളുടെ വിവരക്കേട് കൊണ്ട് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. സ്ത്രീകളെ ആക്ഷേപിക്കുന്നത് പോലെയാണ് നീ ഇപ്പൊ കാണിച്ച ഈ കോണ. മനസ്സിലായില്ലേ? നിനക്ക് എന്താടാ മോളെന്ന് പറഞ്ഞ വാക്ക് അത്ര മറ്റേ ശോകം വാക്കാണോ? സിജോ എന്ന് പറഞ്ഞ വാക്കായിരിക്കും അല്ലേ ദ ടോപ്പ് നോച്ച് വാക്ക് കേരളത്തിലെ. സിജോ, കാട്ടുതീ സിജോ. നീ കാട്ട് തീയല്ലടാ, നീ കാട്ട് തീട്ടമില്ലേ? കാട്ടുതീട്ടം. ഈ കാട്ടുതീട്ടത്തിനകത്ത് പോകണ്ട വെറുതെ. പിന്നെ വേണ്ട, കാട്ടുതീട്ടമല്ല, ഈ മനുഷ്യന്മാരുടെ തീട്ടം ഉണ്ടല്ലോ, അതെടുത്താലും മതി. മനുഷ്യന്മാരുടെ തീട്ടത്തിനകത്ത് ചില സമയത്ത് ഈ വയറിനകത്ത് വര വരുമല്ലോ, വര. എന്നിട്ട് ഈ വര പോകുന്നത് ഈ തീട്ടത്തിനകത്തൂടാ. ആ തീട്ടത്തിനകത്ത് വരുന്ന ആ ഒരു വരയുടെ വില പോലും നിനക്കില്ല. മനസ്സിലായില്ലേ? നീ ഇപ്പൊ ഈ പറഞ്ഞ വർത്തമാനത്തിനകത്ത് നിന്റെ വീട്ടിലും ഒക്കെ സ്ത്രീകളുള്ളതാണല്ലോ. നിനക്കെന്താ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ? നീ അനന്തുവിനെ മോളെ എന്ന് വിളിച്ചാൽ ഏത് അർത്ഥത്തിലാന്ന് നമുക്ക് അറിയാതെ അവിടെ ഇരിക്കട്ടെ. നിന്നെ ഞങ്ങൾക്ക് മോളെ എന്ന് വിളിക്കാനോ മോനെ എന്ന് വിളിക്കാനോ താല്പര്യമില്ല. എനിക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർക്കും താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടാ നിങ്ങൾക്ക്? താഴെ പറ, കമന്റ് ബോക്സ് ഉണ്ടല്ലോ. ഇവനെ വിളിക്കാൻ തോന്നുവാ? പിന്നെ മോനെന്നും വിളിക്കാൻ തോന്നത്തില്ല, മോളെന്നും. ഈ ചിലപ്പോ നമ്മുടെ എന്താ കൊച്ചു പിള്ളേരെയൊക്കെ വീട്ടില് ചെല്ലമായിട്ട് മോനെ മോളെ, ഇപ്പം ആൺപിള്ളേരെ ആണെങ്കിലും മോളെ മോനെ വിളിക്കൂടെ? പോട്ടെ, അനന്തുവിനെ അങ്ങനെ നീ വിളിച്ചത് നമ്മൾ വിട്ടോളാം. പക്ഷെ നിനക്ക് അതിനകത്തൊരു പുച്ഛമുണ്ട് ഈ മോളിനകത്ത്. നീയൊക്കെ ആരാടാ? നീ മുരുക,
ഞാൻ മാല ഇട്ടേക്കുക, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോകും ചില സമയത്ത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മറ്റേ അങ്ങോട്ട് കൊണ അങ്ങോട്ട് കാണുമ്പം ഒരുത്തന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് വന്നിരുന്നു അവന്റെ ബാക്കി കേൾക്കും നിങ്ങൾ, ബാക്കി നമുക്ക് പറയാം. അതുകൊണ്ട് എന്തായാലും വേണ്ട, ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് 2 ഭാഗമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. 2 ഭാഗമോ? 2 ഭാഗം ചെയ്യാൻ നീ ആരാടാ, രാജമൗലിയോ? 2 ഭാഗം ചെയ്യാനായിട്ട് നീ ഉള്ള ഭാഗം ചെയ്ത് തന്നെ നീ എന്നാ കാണിച്ചു വെച്ചേക്കുന്നത്? 21 മിനിറ്റ് 16 മിനിറ്റും അവന്റെ കൊളാബ്രിക്കേഷനും വല്ലവന്റെ തന്തയ്ക്ക് വിളിക്കുന്നതും കോണയും. എടാ എടാ കാണുന്ന ജനങ്ങൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ഉപ്പുമുളകിൻ ലൈറ്റിന്റെ വിഷയത്തിൽ നീ പണ്ട് നീ ഒരു കാര്യം പറഞ്ഞു. നീ നല്ല രീതിയിൽ ആ കുടുംബത്തിനെ ഇട്ട് ഊക്കിക്കൊണ്ട് വീഡിയോ ചെയ്തു. അനന്തു എന്താ ചെയ്തത്? ഈ കഴിഞ്ഞ ദിവസം നീ വന്ന് നല്ല നന്മമരം കളിച്ചപ്പോഴത്തേക്ക് അനന്തു പഴയ വീഡിയോ കുത്തിപ്പൊക്കി കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, സിജോ നീ അന്ന് ഇതല്ലേ പറഞ്ഞത്, നീ ഇന്ന് മാറ്റി പറയുവാണല്ലോടാന്ന്. ഇത്രയല്ലേ അനന്തു ചെയ്തുള്ളൂ? ഇത്രയല്ലേ അവൻ ചെയ്തുള്ളൂ? നീ അതിന് വന്നിരുന്ന് അതിന് മറുപടി കൊടുക്കുന്നതിന് പകരം നീ വന്നിരുന്ന് 16 മണിക്കൂറിരുന്ന് വിരകുന്നു. വയറ്റിനകത്ത് വിര ആയതുകൊണ്ടാണോ നീ ഇരുന്ന് വിരകുന്നത്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 16 മിനിറ്റ് അവന്റെ കൊളാബ്രിക്കേഷന്റെ കഥയും. നിന്റെ കൊളാബ്രിക്കേഷന്റെ കഥയൊന്നും അല്ല നാട്ടുകാർക്ക് അറിയേണ്ടത്. നീ അന്ന് പറഞ്ഞു വെച്ചതും നീ ഇന്ന് പറഞ്ഞു വെച്ചതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാ മോനെ. അതിനുള്ള മറുപടി മാത്രം നീ പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു 8-9 മിനിറ്റ്. അതിന് പകരം മാക്സിമം മറ്റേ വൈരാഗ്യം കണ്ടോണം നിങ്ങളെ. അവന് മാക്സിമം അനന്തൂനെ വെച്ച് അങ്ങോട്ട് എന്നിട്ട് എന്തായി മോനെ ചിജോ കുട്ട? എന്തായി? എന്നിട്ട് വല്ലതും നടന്നോ? ഒരു മാങ്ങയും നടന്നില്ല. മനസ്സിലായില്ല? കാരണം ആളുകൾക്ക് അത്യാവശ്യം അതിന്റെ കാര്യം മനസ്സിലായി പോയി നിന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് നിന്റെ കമന്റ് ബോക്സ് നീ ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായ? ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാധനം, ഈ മോളുടെ കേസ് സ്ത്രീകളെല്ലാം നല്ല കനത്ത രീതിയിൽ അവിടെ വിളിക്കുന്നുണ്ട്. നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛന്, മനസ്സിലായ? ഒന്ന് പോയി. ഞാനല്ല വിളിക്കുന്നത്, ഞാൻ നിന്നെ പോലെ അത്ര അങ്ങോട്ട് പോകുന്നില്ല. വീട്ടിലിരിക്കുന്ന പാവ മനുഷ്യനൊന്നും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ വിളിക്കും, കാരണം നീ അധ്യാപകനാണല്ലോ, നിനക്ക് വിളിക്കാലോ. ഇവന്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിജോ ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ. ഇതിനെക്കാട്ടിലും നല്ലത് കുത്ത് ചാനൽ പോയി കാണുന്നതാ. ഞാൻ അങ്ങനെ തന്നെ പറയും, കുത്ത് ചാനൽ കാണുന്നതാ. 30-കാരിയുടെ കുളിമുറിയിൽ 20-കാരൻ ഒളിച്ചു നോക്കി. 20-കാരന്റെ കക്കൂസിൽ 30-കാരിയുടെ വേറെ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. ഇതാണ് ഒരു അധ്യാപകനൊക്കെ. പോട്ടെ, നീ കാണിച്ചോ, നീ കാണിച്ചോടാ. പക്ഷെ നീ നിന്റെ വില മനസ്സിലാക്കിയിട്ട് വേണം നീ ബാക്കിയുള്ളവരെ മറ്റേ ഉണ്ടാക്കാൻ വരാൻ. ഉപദേശവും ഊഞ്ഞാലാട്ടലും രണ്ടും കൂടെ വേണ്ട. മനസ്സിലായ? നീ നിർത്ത്. നീ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ എല്ലാരും. പിന്നെ നീ മറ്റേ 1 സെറ്റപ്പിലൊക്കെ വന്നിരുന്ന് നീ എന്തോ വലിയ തലവൻ ആ ഒരു സെറ്റപ്പിലൊക്കെ വന്നിരുന്ന് ഉണ്ടാക്കത്തില്ല നീ പിന്നെ പറയുന്നുണ്ടല്ലോ അനന്തുവിന്റെ. അതിലോട്ട് വരാം, ബാക്കി കൂടെ കേക്ക്, എന്നിട്ട് ഞാനത് തരാം നിനക്ക്. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോ അനന്തുമോളെ പറ്റി ഏറ്റവും ആദ്യം ഞാൻ അന്വേഷിക്കുന്നുള്ളതാണല്ലോ. ഞാൻ അനന്തുമോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തുമോളെ പറ്റി. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തുമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പൊ എന്തായിരിക്കും എന്റെ കാര്യം? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തുമോൾ എന്തോ 1994 കാലഘട്ടത്തില് അവരുടെ അനന്തുമോള് ജനിച്ച ആ ഒരു സ്ഥലത്തില് ഒരുപാട് ആൾക്കാർ വന്ന ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയില് അനന്തുമോള് ജനിക്കുകയാണ്. അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്തുമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് അവർ ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ഞാൻ പണ്ട് അവരെ നിനക്കെന്താണ് ഈ പൈതൃകത്തിന്റെ മേളിൽ ഇത്ര സംശയം? നിനക്ക് പൈതൃകം ഇല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിനക്ക് പൈതൃകത്തിലാണോ വല്ല ഭയങ്കര ഡൗട്ട്? അവന്റെ പൈതൃകത്തിൽ അതുപോലെ എന്തോ ആഘോഷം നടന്നു. നീ എന്താ ആഘോഷത്തിന് ചെന്നിട്ടുണ്ടായിരുന്നു? അവന്റെ വീട്ടിൽ നടന്ന ആഘോഷത്തിന് അനന്തു നീ വിളിച്ചിട്ടുണ്ടായിരുന്നു? നീ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ജനിച്ചപ്പോൾ ഉള്ള ആഘോഷത്തിനെ പറ്റിയല്ലേ പറയുന്നത്. സോറി അളിയാ, സോറി. നീ ജനിച്ചപ്പോൾ ഉള്ള ആഘോഷത്തിന് നിന്റെ അച്ഛനും വല്ലതൊക്കെ ആന്റിയങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ? മറ്റേ നീ അപ്പിയിട്ടപ്പം കഴുകി തരാൻ വേണ്ടിയിട്ട് ഇവനെയാണോ വിളിച്ചത്? അതോ വീട്ടിലെ കക്കൂസ് പറഞ്ഞപ്പോ അത് ക്ലീൻ ചെയ്യാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവൻ ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നെന്നാ പറയുന്നത്. ആ ഒരു മൂഡിലാണല്ലോ. അവിടെ ആഘോഷമായിരുന്നു. എന്താടാ നീ ഉണ്ടാക്കുന്നത്? എന്താ നീ ഉണ്ടാക്കുന്നത്? കഴുകി കൊടുത്ത അവന്റെ നീ ചെന്നിട്ട് അവൻ കുഞ്ഞായപ്പം അറിയാൻ പാടില്ല കേട്ടോ. ചിലപ്പോ ചെയ്തു കൊടുക്കും. കാട്ടുതീയാണല്ലോ, കാട്ടുതീ. തീ മറ്റേ അയ്യപ്പാ. എല്ലാം പോട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സിജോ. നിനക്ക് നിന്റെ പൈതൃകത്തിൽ വിശ്വാസമില്ലേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിന്നെ ഒരുത്തം വിമർശിച്ച ഉടനെ നീ അവന്റെ പൈതൃകവും തപ്പി അവന്റെ പൈതൃകത്തിന്റെ കുഴപ്പം, അവന്റെ വല്ല കുഴപ്പം, ഇതൊക്കെ പറയേണ്ട കാര്യം എന്നാടാ?
നിന്നോട് അവൻ എന്താണോ ചോദിച്ചത്, നിന്റെ ഒരു മിസ്റ്റേക്ക് അവൻ ചൂണ്ടിക്കാണിച്ചപ്പം നിനക്ക് അങ്ങ് പൊളിഞ്ഞു, അതല്ലേ? നിനക്കതങ്ങ് പൊളിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നീ എന്താ അവന്റെ തിരക്കി ചെന്നപ്പോഴാ നീ എന്താ തിരക്കിയത് അവനെ പറ്റി? അവനെ പറ്റി നീ എന്താ തിരക്കിയത്? 1994 അവൻ ജനിച്ചു, ഇത് മാത്രം നിനക്ക് അറിയാം അല്ലേ? ഇത് മാത്രം അറിയാം ആലപ്പുഴക്കാരൻ ചിജോയ്ക്ക്. BSc മാത്സ് അല്ലേ പഠിച്ചത് ST കോളേജില്? അവൻ എവിടെ പഠിച്ചത് നീ തിരക്കിയിട്ടുണ്ടോ? നീ BSc മാത്സ് പഠിച്ച് നിന്റെ വീടിന്റെ അടുത്തല്ലേ കലവൂര്? കലവൂര് ITC കോളനി ഉണ്ട്, ITC കോളനി അറിയായിരിക്കും. ITC കോളനിയിൽ നീ ചെന്നിട്ട് ചോദിക്കണം, 2012, 2015 ബാച്ചില് നീ ST കോളേജിലൊന്നും പോയി അന്വേഷിക്കണ്ട വീട്. നീ ഇനി പിന്നെ കഷ്ടപ്പാടല്ലേ എന്റെ മോന്, കല്യാണം കഴിഞ്ഞുള്ളൂ, അത്രയും കഷ്ടപ്പെടണ്ട നീ. നീ നിന്റെ വീടിന്റെ അടുത്തുള്ള ITC കോളനി പോയിട്ട് ചോദിക്കണം, 2015, 2012, 15 ബാച്ച് SD കോളേജില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷില് ചില ചേട്ടന്മാര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിച്ച കുറെ ചേട്ടന്മാരെയൊക്കെ ഈ ITC കോളനിയിലെ കുറച്ച് പേർക്കൊക്കെ അറിയാം. നീ അതുകൊണ്ട് പോയി തിരക്കിയാൽ മതി, നമ്മളെ പറ്റിയൊക്കെ നിനക്ക് വിശദമായിട്ട് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, എന്നിട്ട് നീ ഇറങ്ങ്. നിനക്ക് ഇത്രയും പറഞ്ഞു തന്നില്ല, എന്നിട്ട് നീ ഒന്ന് അന്വേഷിക്ക്. ഇത് അനന്തുവിനെ പറ്റിയല്ല, ഞാൻ എന്നെ പറ്റി അങ്ങ് പറഞ്ഞു കേട്ടെ, ഇടയ്ക്ക് ഇതിൽ ബൂസ്റ്റിരിക്കട്ടെ. എങ്ങനെ അന്വേഷിക്ക് നീ, എന്നിട്ട് നീ ഉണ്ടാക്ക്. മോനെ, ഇച്ചിരി മച്ചിലും ഇച്ചിരി മറ്റേ അടിക്കാനും അറിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരുടെയും നെഞ്ചത്തോട്ട് അങ്ങോട്ട് കയറാൻ ഇറങ്ങരുത്. നിന്നെ പോലെ മറ്റേ വാതോരാതെ കഥ പറയാൻ അറിയാവുന്ന ഒരുപാടുണ്ടേ. പക്ഷേ സത്യങ്ങള്, സ്വന്തം ജീവിതത്തിലെ സത്യങ്ങൾ എല്ലാവരും ഒന്ന് നിന്നെ കിടങ്ങനെ വിളിച്ചു പോവത്തില്ല. ഞാൻ തീട്ടവാ, ഞാൻ തീട്ടവാ, ഞാൻ തീട്ടവാ, അല്ലെങ്കിൽ പൈതൃകമുണ്ട്, പൈതൃകമുണ്ട്, പൈതൃകമുണ്ട് എന്നും പറഞ്ഞ ആരും നടക്കത്തില്ല. മനസ്സിലായില്ലേ? അത് സംശയമുള്ളവന്മാരായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ എന്റെ കുഞ്ഞൊരു കാര്യമാണെങ്കിലും നിന്നോട് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ അങ്ങ് പറഞ്ഞു പോയത് വേറൊന്നും കൊണ്ടല്ല. നീ ഒരുത്തനെ നമുക്ക് അറിയാവുന്ന ഒരുത്തന്റെ തന്തയ്ക്ക് ഒരു കാര്യമില്ലാതെ നീ വിളിച്ചോണ്ട. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്നും ഇതൊന്നും പറയത്തില്ല. ഒരു കാര്യമില്ലാതെ ഒരുത്തന്റെ തന്തയ്ക്ക് വിളിച്ചു. അവന്റെ അനന്തുവിനെ ഞാൻ തരാടാ, അനന്തു നിനക്ക് ഞാൻ പേഴ്സണലി നിന്നോട് ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ, ഇവ കുറച്ചും കൂടെ കൊടുക്കുമെന്ന് വിചാരിച്ച അനന്തു കുറച്ചും കൂടെ അടിക്കേണ്ടതായിരുന്നു ഇവനിട്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ലാതെ എന്തിനാണ് അവന്റെ അച്ഛനെ അമ്മയൊക്കെ പറഞ്ഞ അവന്റെ പൈതൃകം തപ്പി ഇവൻ പോകുന്ന കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരുത്തന്നെ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഉടനെ, ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റ് ചൂണ്ടിക്കാണിച്ച ഉടനെ അവരെ തന്തയ്ക്ക് വിളിക്കുക, എന്തുവാടാ അത്? എടാ, ബാക്കി ഒരു സാധാരണക്കാരൻ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തൻ അങ്ങനെ ചെയ്താൽ ഓക്കെ, വിട്ടുകളയാം. ഒരു കണക്കധ്യാപകന എന്തൊക്കെയോ കൊണയാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്, ആ നിനക്കെന്താ? അപ്പൊ ഇതാണ് നീ പിള്ളേർക്കൊക്കെ തുണ്ട് കാണാനാണോ പഠിപ്പിച്ചു കൊടുത്തത്? എനിക്ക് അറിയാനായിട്ട് ചോദിക്കുക. നീ ട്യൂഷൻ എടുത്തത് തുണ്ട് എങ്ങനെ കാണണമെന്ന് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിരുന്നോ? എടാ, ഇച്ചിരി ഒരു ക്വാളിറ്റി, ഒരു അധ്യാപകന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി. നമ്മളൊക്കെ വെറും ചന്തകളാണ് മോനെ. ശരി, സമ്മതിച്ചു, ഞാനൊക്കെ വെറും ചന്ത. നീയോ? നീ ആരാ? ഒരു അധ്യാപകനാന്ന്. ഇതിനെക്കാട്ടിലും ഒക്കെ നല്ലത് ചന്ത നടക്കുന്ന നമ്മളാടാ. ഒരു കാര്യമില്ലാതെ ഒരുത്തന്നെ തന്തയ്ക്ക് വിളിക്കുക. തന്തയ്ക്ക് വിളിക്കും, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരുന്നവരെ തിരിച്ച് അങ്ങോട്ട് തന്തയ്ക്ക് തന്നെ വിളിച്ചു വിളിക്കും. പക്ഷെ ഒരു അബദ്ധം പറ്റി, അതൊരുത്തം വന്ന് ചൂണ്ടിക്കാണിച്ചു തരുവാണെങ്കിൽ, മോനെ അബദ്ധം പറ്റിയടാ, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണം, ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞില്ലേടാ അവിടെ? അതിനു പകരം നിന്റെ കൊണയുണ്ടല്ലോ, നിന്റെ കൊണ ബാക്കി ഞാൻ സുന്ദരാ, ബാക്കി കാട്. തീർച്ചയായിട്ടും വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചതും ഇപ്പൊ ഞാൻ അവരെ കൂടുതൽ വിമർശിക്കാതെ എന്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്തു, അവരെന്റെ കല്യാണത്തിന് പോലും വന്നിട്ടുണ്ട്. ആ പേഴ്സണൽ ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമല്ല. ഓക്കെ, ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ തുടരെ ആദ്യത്തെ മകൾ അവര് ഒളിച്ചോടി പോയ സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ മകൾ ഇറങ്ങിപ്പോയ സമയത്ത് അവര് തുടരെ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പോലെ ഡെയിലി ഇങ്ങനെ വീഡിയോസ്, ഒരു ദിവസം കൂടുതൽ വീഡിയോസ് ഇട്ട് ഒരു 10-15 വീഡിയോസോളം അവർ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ വിമർശിച്ചത്. ആ വിമർശനം അതിൽ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അവരെ നേരിട്ട് കണ്ട് അതിനെപ്പറ്റി സംസാരിച്ചു, ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചു, ഞാൻ അതിനകത്ത് അവരടുത്ത് മതി കൂടുതൽ നിന്റെ കഥ എനിക്ക് കേൾക്കണ്ട. അപ്പൊ അവൻ ഇപ്പം വിമർശിച്ചതിന്റെ കഥ പറയും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? അവൻ അന്ന് ഈ ഉപ്പുമുളകും ലൈറ്റിനെ നമ്മൾ നേരത്തെ ചെയ്തേ അതാ കേട്ടോ, ഞാൻ അതൊന്നും എടുത്തിന് ഇവിടെ വെക്കാത്ത. ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന കുടുംബത്തിനെ നല്ല രീതിയിൽ ഊക്കിക്കൊണ്ട് വീഡിയോ ചെയ്ത ഒരുത്തനായിരുന്നു ഇവൻ. ഇവൻ ഈ അടുത്ത് വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ വെറും ആക്കിക്കൊണ്ട് ഒരു സാധനം അങ്ങോട്ട് ചെയ്തു. നിങ്ങൾക്ക് കാര്യം അറിയാം, ഞാൻ വീണ്ടും പിന്നെ അങ്ങോട്ട് പോവുക ഇവന്റെ ഈ ഒരു പൈതൃകവും തപ്പിക്കൊണ്ട്. അതാ ഈ പ്രശ്നം. അപ്പൊ എന്താണെങ്കിലും ഇവനപ്പൊ പറയുന്ന ഒരു അവൻ അങ്ങനെ പറഞ്ഞതിന്, അല്ലെങ്കിൽ അവൻ ഇപ്പം അവരെ വന്നിട്ട് നല്ലത് പറഞ്ഞ് നന്മവരാ നോക്കിയതിന് അവൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അവര് സ്ഥിരം 10-15 വീഡിയോ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് സിജോമോൻ അങ്ങോട്ട് പൊട്ടി. എന്നിട്ട് അവരുടെ വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് അവരങ്ങനൊന്നും ചെയ്യുന്നില്ല, അവർ നീറ്റാണ്, അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. ഇവനെ എന്നാ പറയണ്ടേ? ഇവൻ അനന്തുവിന്റെ തന്തയ്ക്ക് പറഞ്ഞു, ഇവനെ തന്തയ്ക്കല്ല പറയണ്ടേ, ഇവനോട് അങ്ങോട്ട് ചോദിക്കണം.
എത്രയാടാ, എത്ര എണ്ണം ഉണ്ടടാ എന്നല്ല ഇവനോട് ചോദിക്കണ്ടേ? ഇവൻ പറയുന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, ഞാനൊരു കണക്ക് പറയാം. ഏകദേശം 7 വീഡിയോളം ഈ ഉപ്പുമുളകും ഫാമിലി, ഈ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറഞ്ഞ ചാനല്, പൊന്നൂന്റെ ചാനല്, നന്ദുവിന്റെ ചാനല്, ഇവരുടെ 3 പേരുടെയും ചാനൽ വഴി ഏകദേശം 7ഓളം വീഡിയോകൾ ഇവർ ഇട്ടിട്ടുണ്ട് ഈ ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ചിജോയുടെ കണ്ണിൽ ഇതൊന്നും ഒരു വീഡിയോ ആയിട്ടൊന്നും തോന്നുന്നില്ല, വേറെ വല്ല കുരുവായിട്ടാണോ നിനക്ക് തോന്നുന്നത്? ഇത്രയും വീഡിയോ അവർ കഥയും പറഞ്ഞിട്ടിട്ട്, അപ്പം അന്ന് 15 വീഡിയോകളോ ഇട്ടു, ഇന്ന് 7 വന്നുള്ളൂ. അതുകൊണ്ടാണോ നീ പറയാതിരുന്നത്? അതുകൊണ്ടാണോ നീ അവരെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി? എടാ, നമ്മളും ഒക്കെ സപ്പോർട്ട് ചെയ്ത്, അച്ഛനെ അമ്മയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും, എനിക്കൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് പറയുകയും ചെയ്തു. അതിനകത്തൊന്നും ഒരു മടിയില്ല. ഞാനൊക്കെ മറ്റേ വൻ ടീമൊന്നും അല്ലടാ മോനെ. നമുക്കൊക്കെ അബദ്ധം പറ്റും. തെറ്റ് പറ്റിയ ഒരാൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഓക്കെ, തെറ്റ് പറ്റി, ക്ഷമിക്കൂ എന്ന് പറയാനുള്ള മനസ്സുണ്ട്. ഓക്കെ, അല്ലാതെ പറയുന്നവന്റെ തന്തയ്ക്ക് പോയി വിളിക്കാനല്ല നമ്മൾ ഇരിക്കുന്നത് ഇവിടെ. അതൊക്കെ നിനക്കേ പറ്റത്തുള്ളൂ. അത് ഇച്ചിരി തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കും, ബിഗ് ബോസിൽ പോയത് കൊണ്ടായിരിക്കും, അല്ലയോ? ബിഗ് ബോസിൽ പോയി ആ റോക്കി, അതുപോലെ തന്നെ ഇവ 16 മിനിറ്റ് ഇരുന്ന് റോക്കിയുടെ, നിന്നോട് ആരാടാ ചോദിച്ചത് റോക്കിയുടെ ഇടിമേടിച്ച കഥ പറയാനായിട്ട്? ആരെങ്കിലും ഇവിടെ പറഞ്ഞോ അത്? അനന്തുവിന്റെ വീഡിയോയിൽ നീ ചെയ്ത തെറ്റിനെ അവൻ ചൂണ്ടിക്കാണിച്ചപ്പോ ആ വീഡിയോയിൽ റോക്കിയുടെ കേസേ കൊണ്ടുവന്നിട്ടില്ല. നീയാണ് പിന്നെ റോക്കിയുടെ കേസ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടപ്പോ അനന്തു ഇന്നത് ഇപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ട് റോക്കിയുടെ കേസും പറഞ്ഞ്. എനിക്ക് അനന്തു, നീ എന്തിനാണ് അത് പറയാൻ പോയത്? ഇവനോട് ഈ റോക്കിയുടെ കേസൊക്കെ പറയേണ്ട കാര്യം എന്താ? ഇവനോ മണ്ടത്തരം കാണിക്കുമായിരുന്നു, റോക്കിയുടെ കേസ് മുക്കി പിടിച്ചോണ്ട് വരിക. സംഭവം ഉപ്പുമുളകിൽ ലൈറ്റ് പറ്റ അവരുടെ കുടുംബമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലുള്ള സംസാരം, അതിന്റെ ഇടയ്ക്ക് അവൻ റോക്കിയെ കയറ്റിക്കൊണ്ട് വരുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ മറ്റേ ടോപ്പിക്ക് മാറ്റി നാട്ടുകാരെ തിരിച്ചു വിടണം. അനന്തു അത് പിടിക്കണ്ടായിരുന്നു കേട്ടാടാ. വേറൊന്നും കൊണ്ടല്ല, എടാ ഇവൻ അറിയാലോ, അതാണിവൻ, തീട്ടത്തിനകത്ത് വരുന്ന അതാണവൻ, കൃമി. അതിന്റെ അപ്പുറത്തേക്ക് ഇവനെ എനിക്ക് പറയാൻ അറിയില്ല. നാട്ടുകാരെ, നിങ്ങൾ ക്ഷമിക്കെന്നോട്. ഞാൻ ഇനിയിപ്പം കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. വേറൊന്നും കൊണ്ടല്ല. എന്തിനാ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞത്? അതങ്ങോട്ട് ഞാനും പറയത്തില്ല എന്നല്ല, അത്ര വലിയ മാന്യൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കല്ല. പക്ഷെ ഇതൊക്കെ ഒരു കാര്യമില്ലാതെ അവനെ ഇത്രയെങ്കിലും പറയണ്ടേ? നിങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുമല്ലോ ഉണ്ടാ? നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാം. ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ റിമൂവ് ആക്കാന്നൊന്നും പറയുന്നില്ല, പിന്നെ ഇത്ര കട്ടപ്പെട്ടിയായിട്ടും റിമൂവ് ആക്കാനാ എന്റെ പൊന്നുമക്കളെ, ആവും നടക്കത്തില്ല കേട്ടാ. പക്ഷെ ഒരു പോസ്റ്റ് ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്ത് അങ്ങിടും, ക്ഷമാന്നും പറഞ്ഞു, അല്ലെങ്കിൽ സോറി എന്നും പറഞ്ഞു. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂടിപ്പോയാ ഇത്രയും പറഞ്ഞാൽ മതിയാ. ഞാൻ ഇനിയൊന്നും പറയത്തില്ല. അനന്തു, നീയാണിത് പറയണ്ടേ. നീ പറഞ്ഞത് പോരായിരുന്നു. ഇവൻ അതല്ല കൊടുക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവന്റെ ഞാൻ നിങ്ങളുടെ ചീജോ. നീ ആരുടെ ചീജോ? അതെനിക്ക് മനസ്സിലായി. ആരുടെ ചീജോയാ? നിന്റെ തുണ്ടുകഥ കാണാൻ വരുന്നിരിക്കുന്നവരാ കൂടുതലും, മനസ്സിലായില്ലേ? അവരെ പോയി വിളിക്കും നീ. എന്റെ തുണ്ട് കാണാൻ വന്നവരെ വെൽക്കം, ഞാൻ നിങ്ങളുടെ ചീജോ, അങ്ങനെ പോയി പറ. അല്ലാതെ നിന്റെ എന്ത് കാണാനാ? നിന്റെ ഫാമിലി വ്ളോഗിങ് ഈ അടുത്തല്ല തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഫാമിലി വ്ളോഗിങ് പരിപാടി തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇപ്പം അവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അല്ല വേറൊന്നുമില്ല. എനിക്കതാ കേട്ടാ മനസ്സിലായത്. കാരണം നാളെ ഇവന് വന്നാലും ആരെങ്കിലും ഒക്കെ കൂടെ നിൽക്കണമല്ലോ, ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം കൂടെ. എങ്ങനെ? അത് തന്നെ, അത്രേ ഉള്ളൂ. എനിക്കതാ കേട്ടാ മനസ്സിലായത്. അപ്പോ പരിപാടി തീർത്തു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്തൊന്നും എടുക്കണ്ട. ഒരുത്തന്റെ തന്തയ്ക്ക് പറഞ്ഞവനെ ഇത്രയെങ്കിലും പറയണം എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് എനിക്ക് അറിയാവുന്ന ഒരുത്തനെ ഒരു കാര്യമില്ലാതെ വന്ന് തന്തയ്ക്ക് പറയേണ്ട കാര്യമില്ല. നമ്മളതൊന്നും അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ ഞാനൊരു പാവപ്പെട്ടവൻ, മര്യാദയ്ക്ക് ജീവിച്ചങ്ങനെ പൊക്കോളാം. ആരും നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. വന്നു കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്